എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ഇന്ന് ടപ്പെന്ന് വളരെ പെട്ടെന്ന് രാവിലെയൊക്കെ വന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇത്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി, നെയ്ച്ചോറ്, എന്തിന് ചോറിൻ്റെ കൂടെ പോലും അടിപൊളിയാണ്. ഒരു സ്പൈസി ആയിട്ടുള്ളൊരു മലായി ചിക്കൻ്റെ റെസിപ്പിയാണ്. സാധാരണ കുറച്ച് മധുരമൊക്കെയുള്ള മലായി ചിക്കൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ പോലും അടിപൊളി ടേസ്റ്റിലുള്ളൊരു മലായി ചിക്കൻ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറിയാണ്. മലായി എന്ന് പറയുന്നത് തന്നെ ക്രീമാണല്ലോ. അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കനാന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഇരട്ടിയായിട്ട് യൂസ് ചെയ്യുക. ചിക്കൻ കൂടാതെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് 2 സവോള വേണം. തീരെ ചെറുതായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 3 പച്ചമുളക് വേണം. ആദ്യം നമുക്ക് 2 എണ്ണം, ലാസ്റ്റ് ഉപയോഗിക്കാനായിട്ട് 1 പച്ചമുളക്, അങ്ങനെയാണ്. ഇതുകൂടാതെ നമുക്ക് അരപ്പിടി കശുവണ്ടി വേണം. ഒരു 15-20 കശുവണ്ടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ കാഷ്യൂ നട്ട്സ് ഒന്ന് സോക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുക. ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ വളരെ എളുപ്പമാണ്. കുരുമുളക് പൊടി, ഉപ്പും മാത്രം മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ അധികം സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. കാഷ്യൂ നട്ട്സ് വളരെ എളുപ്പത്തിൽ പേസ്റ്റാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് തരിയായിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. വളരെ കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അരഞ്ഞ് കിട്ടും. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. നമുക്കൊരു കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചധികം എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. 5 ഏലയ്ക്ക, 5 ഗ്രാമ്പു, 1/2 മുറി ജാതിപത്രി. ഇതുകൂടാതെ നമുക്ക് 1 ടീസ്പൂൺ മുഴുവനത്തെയുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ സ്പൈസസിൻ്റെയൊക്കെ ഒരു നല്ല മണം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതില്ലാന്ന് വെച്ചാൽ ചതച്ചെടുത്താലും മതിയാകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ സവാളയുള്ളിയൊക്കെ ഒന്ന് നേർത്ത് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുത്താലും മതിയാകും. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടണം. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനും അടുക്കി പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നേർത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് ഞാനിത് കഴുകി ഒഴിക്കുന്നില്ല. അത് നമുക്ക് പിന്നീട് ചെയ്യാം. ലോ ഫ്ലെയിമിൽ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചിക്കൻ പോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോഴും ചെറിയ പീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിക്കൻ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് കൂട്ടി വെക്കാം. എന്നിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ചിക്കൻ്റെ പുറത്തൊക്കെ ആകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം ഒന്നും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും നമ്മളിതിൽ പൊടികൾ ചേർക്കില്ല. ഒരു സൈഡിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണിലും താഴെയായിട്ട് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണിലും താഴെയായിട്ട് തന്നെ ഗരം മസാല, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് 1-1.5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ചെറുതായിട്ടൊക്കെ അടുക്കി പിടിക്കുന്നതൊക്കെ തോന്നുന്നത് സാരമില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ എല്ലാം റെഡി ആയിക്കോളും. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. കട്ട ഉടച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ചാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഉടച്ച പാത്രം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കാഷ്യൂ നട്ട്സ് അരച്ച ആ ഒരു മിക്സിയുടെ ജാറാണെന്ന് കഴുകി ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ 1 വിസിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മലായി ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ക്രീം ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മലായി ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ക്രീം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ എണ്ണ തെളിയുന്നിട വരെയാണ് നമ്മൾ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുന്നത്. അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുക്കി പിടിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കുക. എന്ത് മണമാണെന്ന് അറിയാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവിക്ക്.
അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് 1-2 കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് ഈസി ബട്ടർ ചിക്കൻ റെസിപ്പി ഓൾറെഡി കുറച്ചുപേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി നമ്മൾ അടച്ചു വെച്ച് എണ്ണ തെളിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം മാറ്റി വെച്ച ഒരു പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് കസൂരി മേത്തി ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് കൈവച്ച് പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. മലായ് ചിക്കൻ നോർത്ത് ഇന്ത്യൻ കറിയാണല്ലോ. നോർത്ത് ഇന്ത്യൻ കറീസിലൊക്കെ ചേർക്കുന്നൊരു ഫ്ലേവറാണ് ഈ കസൂരി മേത്തി. ഉലുവയുടെ ഇല ഉണക്കിയതാണ്. അപ്പോൾ പച്ചമുളകും കസൂരി മേത്തിയോടൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാണുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടെന്ന് തോന്നുമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല, നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഉള്ളിയെല്ലാം നല്ല അലുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ പൊറോട്ടയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടി അടിപൊളിയാണ്, ചോറിൻ്റെ കൂടെയും അടിപൊളിയാണ്, നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഒക്കെ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ അല്ലേ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.